ഹായ് എവരിവൺ. ഫേസ് ഇക്വിലിബ്രിയത്തെ പറ്റിയാണ് ഈ സെഷനിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഫേസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോവാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബേസിക്സ് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഓക്കെ, ഈ ഫേസ് ഡയഗ്രത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസിനെ പറ്റിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെയാണ്? ഫേസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, കമ്പണൻ്റ് ഉണ്ട്, അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു ഫേസ് ഡയഗ്രം ഉണ്ടാകും. അതിനുശേഷം നമ്മൾ ഒരുപാട് MCQs നമ്മൾ സോൾവ് ചെയ്യും. ഇതോടുകൂടി ഈ സെഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത്ര കാര്യമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഒരു ഫേസ്, എന്താണ് ഒരു കമ്പോണൻറ്റ്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്, അതിനുശേഷം നമ്മൾ ഫേസ് ഡയഗ്രവും പഠിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഒരു ഫേസ് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പേ ഇവിടെ ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? യെസ്, റിയാക്ടൻറ്റ് ഗിവ്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന യെസ് ഒരു റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഇവർ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുക? യെസ്, അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു യെസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ റിയാക്ഷൻ എന്താണ്? ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ നമുക്കിവിടെ ഇക്വിലിബ്രിയം മാത്രമല്ല, എന്തുണ്ട്? യെസ്, ഫേസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഒരു ഫേസ് എന്ന് പറയുന്നത്? നോക്കിക്കാണാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡെഫിനിഷനൊക്കെ നമുക്ക് പറയാം. അതിനു മുൻപേ ഞാൻ പറയുകയാണ്, വാട്ടർ എടുക്കുകയാണ്. വാട്ടറിൻ്റെ ഫേസ് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം അല്ലേ? വാട്ടർ ലിക്വിഡിലുണ്ട്, അതേപോലെ വാട്ടർ ഗ്യാസ് ഫോമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വേപ്പർ. അതേപോലെ ഐസ് അല്ലേ, സോളിഡ് ഫേസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഫേസ് എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ 3 ഫേസ് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, ഇവർ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മക്കളെ നമ്മൾ പറയും എന്തായിരിക്കും? ഇവരെന്തായിരിക്കും? ഫേസ് ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് സിംപ്ലി നമ്മൾ പറയുന്നത് എന്ത്? ഫേസ് ഇക്വിലിബ്രിയം എന്ന്. പക്ഷേ ഇത് പറയുമ്പോൾ വാട്ടർ സോളിഡ് എപ്പോഴാണ് ആവുന്നത്? ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറും ഒരു പെർട്ടിക്കുലർ പ്രഷറും ഇവിടെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ? ഇപ്പം ഞാൻ പറയുകയാണ് 0°C 1 atm ആണെങ്കിൽ യെസ് എനിക്ക് പറയാം വാട്ടർ എന്തായിരിക്കും? സോളിഡ് ഫേസിലായിരിക്കും. അതേസമയം ഞാനിവിടെ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു, ഒരു 10°C ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ ഫേസ് എന്ത് ചെയ്യും? മാറും അല്ലേ? ലിക്വിഡിലേക്ക് ചേഞ്ച് ചെയ്യും. അതേപോലെ ഗ്യാഷ്യസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട? 100°C 1 atm അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യെസ്, വേപ്പർ ഫേസിലായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ എന്തായിരിക്കും? ലിക്വിഡും ഗ്യാസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫേസ് ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ എന്ന് പറയുന്ന വേരിയബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫേസ് ഇക്വിലിബ്രിയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വേരിയബിൾ ഏതൊക്കെയാണ്? ടെമ്പറേച്ചറും പ്രഷറും. ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫേസ് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. അപ്പോൾ എന്താണ് ഫേസ് എന്നുള്ളത് ഡെഫിനിഷൻ വൈസ് നമുക്കൊന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എ ഫേസ് ഈസ് എ റീജിയൻ ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഈസ് കെമിക്കലി യൂണിഫോം. നോക്കണേ, കെമിക്കലി യൂണിഫോം, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ്. ഈ ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് ഫേസ് ഒരുപാട് കാര്യങ്ങൾക്ക് പറയാൻ പറ്റും. ആൻഡ് ഓഫൺ മെക്കാനിക്കലി സെപ്പറബിൾ. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ഞാനൊരു ലിക്വിഡ് സിസ്റ്റം എടുക്കുകയാണ്, അതേപോലെ സോളിഡ് ലിക്വിഡ് സിസ്റ്റം എടുക്കുകയാണെന്ന് വിചാരിക്കാം. സോളിഡ് ലിക്വിഡ് സിസ്റ്റം. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുകയാണ് ഞാനൊരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുന്നു. അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഓയിലും വാട്ടറും കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, ദിസ് ഇസ് മൈ വാട്ടർ ആൻഡ് ദിസ് ഇസ് മൈ ഓയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർ ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുമോ അല്ലയോ? ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുമോ അല്ലയോ? ആയിരിക്കും അല്ലേ? ഇവരെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 ലെയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓയിൽ പ്ലസ് വാട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഫേസ് എത്രയായിരിക്കും? ഫേസ് എന്ന് പറയുന്നത് 2 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ആൻഡ് ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, അതേസമയം ഞാൻ പറയുകയാണെ വാട്ടറും മിൽക്കും ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ എന്ത് ചെയ്തു? രണ്ടും ലിക്വിഡ് തന്നെയാണ് അല്ലേ? വാട്ടറും മിൽക്കും ഞാൻ എന്ത് ചെയ്യാണ്? മിക്സ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇവരെ ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റുമോ?
ഇല്ല അല്ലേ? നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ? മിൽക്ക് ഇതാണ്, വാട്ടർ ഇതാണെന്ന് പറഞ്ഞ് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? മിൽക്ക് സൊല്യൂഷൻ ആയിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുക. അതായത് യെസ്, ഇവരുടെ ഫേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? ഫേസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ് ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി സോളിഡ് ലിക്വിഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സാൻഡും വാട്ടറും പറഞ്ഞോ, ഫേസ് എത്രയായിരിക്കും? ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുമല്ലോ. യെസ്, അപ്പോൾ എന്തായിരിക്കും? 2 എന്ന് പറയാം. അതേസമയം ഇപ്പം ഞാൻ പറയാണ് ഷുഗറും അല്ലെങ്കിൽ സോൾട്ട് പ്ലസ് വാട്ടർ എത്രയായിരിക്കും? ആ ഫേസ് എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? കാരണം എന്തായിരിക്കും? ഇവർ കെമിക്കലി യൂണിഫോം ആയിരിക്കും. ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നമ്പർ ഓഫ് ഫേസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ ആൽക്കഹോളും വാട്ടറും അല്ലേ, ആൽക്കഹോളും വാട്ടറും നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൽക്കഹോൾ വേറെയും വാട്ടർ വേറെയായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. എന്തായിരിക്കും? യെസ്, അപ്പോൾ നമ്പർ ഓഫ് ഫേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 1 ആയിരിക്കും. യൂണിഫോം ആയിരിക്കും അല്ലേ? യൂണിഫോം കമ്പോസിഷൻ ആയിരിക്കും. യെസ്. അതേസമയം ഞാൻ കുറേ ലിക്വിഡ്സ് നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് വാട്ടർ പറഞ്ഞു, അതേപോലെ ആൽക്കഹോൾ പറഞ്ഞു, CCl4 പറഞ്ഞു, ബെൻസീൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ചോദിക്കുകയാണ് നമ്പർ ഓഫ് ഫേസസ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, നമ്പർ ഓഫ് ഫേസസ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നമ്പർ ഓഫ് ഫേസസ് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം ഇവരുടെ ഓർഡർ ശരിക്കും പറയണം. എന്താന്ന് പറഞ്ഞാൽ നോക്കണേ, അതായത് ഞാനൊരു ബീക്കർ എടുത്തു, ശ്രദ്ധിക്കണേ, അതായത് ഇങ്ങനെ മിക്സ്ചർ ഓഫ് ലിക്വിഡ്സ് തന്നിട്ട് ഇവരുടെ നമ്പർ ഓഫ് ഫേസ് ചോദിക്കുകയാണെങ്കിൽ ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നുള്ള ഓർഡർ പറഞ്ഞിരിക്കണം. അതായത് ഇവിടെ ഇപ്പോൾ ആൽക്കഹോൾ, ഇവിടെ ഇപ്പോൾ വാട്ടർ എടുത്തു, ആൽക്കഹോൾ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അതിനുശേഷം CCl4, അതിനുശേഷം ബെൻസീൻ, ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, യെസ്, ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുപേരും എന്താവും? പോളാറാണല്ലേ. പോളാറും പോളാറും എന്ത് ചെയ്യും? മിക്സ്ചറാവും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ഫേസ്? 1. ഇവിടെ എത്രയായിരിക്കും? ഇതെന്തായിരിക്കും? 1. അപ്പോൾ നമ്പർ ഓഫ് ഫേസ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് എത്രയായിരിക്കും? യെസ്, ഫേസ് എന്ന് പറയുന്നത് 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതേസമയം ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, ഇതേപോലെ നോക്കിക്കോളെ, ഇവിടെ ഇപ്പോൾ വാട്ടർ ഉണ്ട്, അതിനുശേഷം ഞാൻ CCl4 എടുക്കുന്നു, അതിനുശേഷം ROH എടുക്കുന്നു, അതിനുശേഷം എന്തെടുക്കുന്നു? ബെൻസീൻ എടുക്കുന്നു. അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫോമാണ് അല്ലേ? ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഇതൊരു ഫേസ്, ഇതൊരു ഫേസ്, ഇതൊരു ഫേസ്, ഇതൊരു ഫേസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് എത്രയായിരിക്കും? യെസ്, നമ്പർ ഓഫ് ഫേസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് പറയട്ടെ. ഇക്വിലിബ്രിയം നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് പറഞ്ഞു തരട്ടെ. അതായത് ഇവിടെ നോക്കിക്കോളെ, ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതുകയാണ് AgCl ഈസ് എൻ ഇക്വിലിബ്രിയം വിത്ത് വോട്ട് Ag പ്ലസ് ആൻഡ് Cl മൈനസ്, ഇവിടെ എന്തായിരിക്കും? അക്വസ് എന്ന് ഞാൻ എഴുതുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഞാൻ എഴുതുകയാണ് NaCl ഗിവ്സ് വോട്ട് Na പ്ലസ് ആൻഡ് Cl മൈനസ്, അക്വസ് എന്ന് ഞാൻ എഴുതുകയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, യെസ്, ഇവിടെയുള്ള ഫേസ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെന്താണ്? യെസ്, ഇവിടെ ഞാൻ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ നമ്മളൊരു ബീക്കർ എടുക്കുകയാണേ, ഇതാ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? അക്വസ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? യെസ്, വാട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ അതാദ്യം എന്ത് ചെയ്യാണ്? യെസ്, വാട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരുണ്ടാവും? Ag പ്ലസും ഉണ്ടാകും, അതേപോലെ ആരും ഉണ്ടാവും? Cl മൈനസ് ഉണ്ടാകും. ഓക്കെ, ഇത് അയോൺസ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇവരെന്തായിരിക്കും? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ ആരുണ്ട്? ഇവിടെ സോളിഡും കൂടെ ഉണ്ട് അല്ലേ? ഇവിടെ ആരുണ്ട്? യെസ്, ഇവിടെ നമുക്ക് AgClൻ്റെ സോളിഡ് ഫോമും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ എത്ര ഫേസ് ഉണ്ടാകും? യെസ്, AgCl എന്ന് പറയുന്ന ഒരു സോളിഡിൻ്റെ ഒരു ഫേസും അതേപോലെ വേറെ ആരും ഉണ്ട്? യെസ്, ഇവിടെ വാട്ടർ അക്വസ് ഫേസും ഉണ്ട്. അപ്പോൾ 1 + 1 എന്ത് വരും? 2 എന്ന് വരും മക്കളെ. കറക്റ്റ് ആണല്ലോ? യെസ്. അതേസമയം ഇവിടെ എന്തില്ല? ഇക്വിലിബ്രിയം ഇല്ല. എല്ലാ സോളിഡും എന്തായി മാറി? യെസ്, വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് മാറി. അതായത് ഈ വാട്ടറിൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ആയി. ഇവരെന്തായിരിക്കും? കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, 1 എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം ഇവിടെ ഈ സോളിഡ് ഉണ്ടായതുകൊണ്ട്, ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയതുകൊണ്ട് ഇവരെന്ത് ചെയ്യത്തില്ല? കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആവത്തില്ല. കുറച്ച് എന്തുണ്ടാവും? സോളിഡും ഉണ്ടാകും.
അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഫേസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. CaCO3 അല്ലേ, നമ്മുടെ കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, ഡികമ്പോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? കാൽഷ്യം ഓക്സൈഡും CO2 കിട്ടുന്നു. അപ്പോൾ ഇത് ഗ്യാസ്, ഇത് സോളിഡ്, ഇത് സോൾട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫേസ് ചോദിക്കുകയാണെങ്കിൽ എത്ര ഫേസ് ഉണ്ടാവും മക്കളെ? ഇവിടെ ഞാൻ പറയും 3 ഫേസ് ഉണ്ട്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, ഒന്ന് CaO, ഒന്ന് CaCO3. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്? നമ്മുടെ ഫേസിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് ഒന്നും കൂടെ തിരിച്ചു വരാം. ഇവിടെ നോക്കി, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഇപ്പോൾ നോക്കി നിങ്ങൾ, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആണോ? യെസ്. ദാ ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സോളിഡും കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ഫിസിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യണം? വേറെ വേറെ ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ 1, ഇത് 1, ഇത് 1. അപ്പോൾ എത്രയായിരിക്കും? 3. യെസ്. അപ്പോൾ 1 + 1 + 1 എന്ത് വരും? ഫേസ് എന്ന് പറയുന്നത് 3 എന്ന് വരും. ഓക്കെ, അതായത് ഇവിടെ മിക്സിംഗ് ഓഫ് സോളിഡ് ആണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണേ, മിക്സിംഗ് ഓഫ് സോളിഡ്. ഓക്കെ, ഇപ്പോൾ അലോയ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? ഓക്കെ, അലോയ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാസ്, ബ്രോൺസ് ഒക്കെ ഇല്ലേ? ബ്രാസ്, ബ്രോൺസ്. അതായത് ഇവിടെ കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആണെങ്കിൽ, ഇവിടെ നോക്കിക്കോളെ, കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആണെങ്കിൽ ഇതെന്തായിരിക്കും എടാ? യെസ്, ബ്രാസ്, ബ്രോൺസ് എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ ഫേസേ ഉണ്ടാവും അല്ലേ? ഇവരെ ബ്രാസിൽ ഏതൊക്കെ ഉണ്ട്? യെസ്, കോപ്പറും സിങ്കും ഉണ്ട് അല്ലേ? അതേപോലെ ബ്രോൺസിൽ എന്തായിരിക്കും? കോപ്പറും ടിന്നും ഉണ്ട്. പക്ഷേ ഇവരെന്തായിരിക്കും? കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആയിട്ട് ഇവർ ഒരൊറ്റ ഫേസിലായിരിക്കും ഇവർ കാണപ്പെടുക. അല്ലാതെ നമുക്ക് കോപ്പറിനെയും ടിന്നിനെയും ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇവർ കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആയി, യൂണിഫോം കമ്പോസിഷനായി. അങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും? യെസ്, അലോയ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? എത്ര ഫേസ് ആയിരിക്കും? 1 ഫേസ്. ഇനി ഇവിടെ ഇതേപോലെ മിക്സിങ് നോട്ട് പോസിബിൾ ആണെങ്കിൽ, യെസ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, യെസ്, നമ്പർ ഓഫ് ഫേസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേസസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? യെസ്, നമ്പർ ഓഫ് സോളിഡ്സ്. ഓക്കെ, ഇവിടെ മിക്സിങ് പോസിബിൾ അല്ല. കാൽഷ്യം ഓക്സൈഡും കാൽഷ്യം കാർബണേറ്റും മിക്സ് ആവുമോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും? യെസ്, നമ്പർ ഓഫ് സോളിഡ് എത്രയാണ്? 2 എണ്ണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫേസും എത്രയായിരിക്കും? 2 എണ്ണം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യമാണ് നമ്പർ ഓഫ് ഫേസസ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനിയാണ് മക്കളെ കമ്പോണൻസ്. ഓക്കെ, ആൻഡ് ഫേസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? യെസ്, P എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യണം? യെസ്, കമ്പോണൻസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ മിനിമം നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ കമ്പോസിഷൻ ഓഫ് എ ഫേസ്. ഇതിനെയാണ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഫേസ്. ഓക്കെ, നമ്മളിപ്പോൾ ഫേസ് എന്താണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കമ്പോസിഷൻ പറയണേ, നോക്കണേ. അപ്പോൾ നമ്മുടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നൊക്കെ പറയുന്ന ഫേസ്, ഇതിൻ്റെ കമ്പോസിഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, ഡിസ്ക്രൈബ് ചെയ്യാൻ എത്ര മിനിമം കോൺസ്റ്റിറ്റ്യുവൻസ് ആവശ്യമുണ്ടോ ഇതിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? കമ്പോണൻസ് എന്ന് വിളിക്കുന്നത്. ഇനി കമ്പോണൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കിക്കോളെ, C ഇസ് ഈക്വൽ ടു N മൈനസ് E മൈനസ് R എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് C എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം നമ്പർ ഓഫ് കമ്പോണൻസ്. അപ്പോൾ C എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് വോട്ട് കമ്പോണൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് വോട്ട് ഈസ് N? N എന്ന് പറയുന്നത് മക്കളെ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. ഇവിടെ പറയുന്നില്ലേ ദ മിനിമം നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നില്ലേ? നമുക്ക് നോക്കാം, പ്രോബ്ലം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് N എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ്. നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇനി E എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ആയിരിക്കും മക്കളെ. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം. ഓക്കെ, എത്ര ഇക്വിലിബ്രിയം ഉണ്ട് എന്ന് പറയുന്നതാണ് E എന്ന് പറയുന്നത്. ഇനി R എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് റെപ്രസെൻറ്റ് നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻസ് ആണ്. നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ഒരു കാര്യമുള്ളത്, എന്താണ് ഈ റെസ്ട്രിക്ഷൻസ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. ബാക്കിയൊക്കെ ഈസിയാണ് അല്ലേ? നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് എത്രയാണെന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വിലിബ്രിയം എത്രയാണെന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റെസ്ട്രിക്ഷൻ ഇൻ കാൽക്കുലേറ്റിംഗ് നമ്പർ ഓഫ് കമ്പോണൻസ്. അപ്പോൾ ഒരു 3 കണ്ടീഷനേ ഉള്ളൂ മക്കളെ. താഴേന്ന് നോക്കുകയാണെങ്കിൽ ഇഫ് അയോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സൊല്യൂഷൻ, റെസ്ട്രിക്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ
ഞാൻ പറയുകയാണ് AgCl gives what? ഇങ്ങനെ Ag++Cl-. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? അയോൺസ് അല്ലേ? അപ്പോൾ ഇഫ് അയോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സൊല്യൂഷൻ, അപ്പോൾ റെസ്ട്രിക്ഷൻ എന്തായിരിക്കും ഇവിടെ? റെസ്ട്രിക്ഷൻ വിൽ ബി 1. ഓക്കെ, ആൻഡ് ഇഫ് H+ ആൻഡ് OH- അയോൺസ് കം ഓൺലി ഫ്രം വാട്ടർ, ഇവിടെ റെസ്ട്രിക്ഷൻ എന്തായിരിക്കും? 1. ശ്രദ്ധിക്കണേ, ഇപ്പം ഞാൻ പറയുകയാണ്, ഇതാ H2O ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം OH- തരുന്നു. വേറൊരു സിസ്റ്റം ഉണ്ട്, HCl എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ ഇവിടെ എന്താണ്? H+ ഉണ്ട്, Cl- ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ H+ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്? വാട്ടറിൽ നിന്നും വരുന്നുണ്ട്, HCl നിന്നും വരുന്നുണ്ട്. ശ്രദ്ധിക്കണേ, H+ ആൻഡ് OH- അയോൺസ് കമ്മിങ് ഓൺലി ഫ്രം വാട്ടർ, വാട്ടറിൽ നിന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ റെസ്ട്രിക്ഷൻ എന്ത് എഴുതും? 1 എന്ന് എഴുതും, അല്ലെങ്കിൽ എന്തായിരിക്കും? 0 എന്ന് എഴുതും. ഓക്കെ, ആൻഡ് ഫൈനലി ഇഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസ് ഗിവൺ ആർ ഈക്വൽ, ഇത് പറയും പാർഷ്യൽ പ്രഷർ ഗ്യാസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R is equal to 1, അല്ലെങ്കിൽ ഒന്നും പറയത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുകയാണ് പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? റെസ്ട്രിക്ഷൻ 1 ആയിരിക്കും. ഇത്ര കാര്യമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കാം അല്ലേ? അപ്പോൾ ഞാൻ പറയുകയാണ്, Na2SO4 എന്ന് പറയുന്ന സോളിഡ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതാ ഇങ്ങനെ 2Na+ പ്ലസ് SO4 2-. ഓക്കെ, അക്വസ് എന്നുള്ള രീതിയിലായി. ഓക്കെ, ഇനി ഇവിടെ ഇത് മാത്രമാണോ ഉള്ളത്? അക്വസ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? യെസ്, വാട്ടറും കൂടെ ഉണ്ടല്ലോ. അക്വസ് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? വാട്ടറും കൂടെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? H++ OH-. അക്വസ് എന്നുള്ള രീതിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? Na2SO4 ഒരു കമ്പോണൻറ്റ്. ഇവിടെ 2 Na+ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് 2 കമ്പോണൻ്റ് എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യരുത്. കമ്പോണൻ്റ് എന്താണ്? Na+ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അത് 2 ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1 2 3, പിന്നെ വാട്ടർ 1 അല്ലേ, 4 5 6. അപ്പോൾ നമ്പർ ഓഫ് കമ്പോണൻ്റ് എത്രയാണ് മക്കളെ? 6. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം എത്രയാ? ഓക്കെ, നമ്മൾ നമ്പർ ഓഫ് കമ്പോണൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, C is equal to N-E - R ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കമ്പോണൻ്റ് എത്രയായി? 6 ആയി. ഇക്വിലിബ്രിയം എത്രയാ? 2 ഇക്വിലിബ്രിയം ഉണ്ട് അല്ലേ? ഇനി റെസ്ട്രിക്ഷൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. റെസ്ട്രിക്ഷൻസ് എന്തായിരിക്കും? അയോൺസ് ഫോം ചെയ്യുന്നുണ്ടോ? യെസ്, അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റെസ്ട്രിക്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ വരുന്നത് യെസ് അയോൺസിൽ നിന്നാണ്. ഓക്കെ, ഇനി അടുത്ത റെസ്ട്രിക്ഷൻ എന്തായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ് H+ ആൻഡ് OH- കമ്മിങ് ഓൺലി ഫ്രം വാട്ടർ, വാട്ടറിൽ നിന്ന് മാത്രമാണല്ലേ H+ OH- വരുന്നത്. അങ്ങനെയാണെങ്കിൽ +1 കൂടെ കൊടുക്കുക. H+ ആൻഡ് OH- ഫ്രം വാട്ടർ. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എന്തായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യെസ്, പിന്നെ പാർഷ്യൽ പ്രഷറിൻ്റെ ഒരു കാര്യവും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, C is equal to 6 - 2 - 2 എന്തായിരിക്കും? 2. നമ്പർ ഓഫ് കമ്പോണൻ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, യെസ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ NH4OH, ഓക്കെ, സോളിഡ് ഇസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് വോട്ട്? NH4+ ആൻഡ് OH-. ഓക്കെ, യെസ്, അക്വസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? വാട്ടറും കൂടെ ഇവിടെ ഉണ്ടാവും അല്ലേ? യെസ്, വാട്ടറും കൂടെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ യെസ്, നമ്പർ ഓഫ് കമ്പോണൻ്റ് എത്രയായിരിക്കും? 3 3 6. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാം. നമ്പർ ഓഫ് കമ്പോണൻ്റ് 6 ആണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആണ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻസ് അയോൺ ഉണ്ട്, അപ്പോൾ എന്തായിരിക്കും? 1. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ നോക്കിയേ, OH- NH4OH നിന്നും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടാവുമോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് H+ ആൻഡ് OH- കമ്മിങ് ഓൺലി ഫ്രം വാട്ടർ ആണെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ. ഇവിടെ എന്താണ്? ഇവിടെ NH4OH നിന്നും OH- വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെസ്ട്രിക്ഷൻ അതിൻ്റെ ബേസിസിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്പർ ഓഫ് കമ്പോണൻ്റ് എന്തായിരിക്കും? ഇസ് N-E - R എന്ന് കൊടുത്താൽ മതി. എത്രയാ മക്കളെ? 6. ഇക്വിലിബ്രിയം എത്രയാ? 2. യെസ്, എത്രയായിരിക്കും? യെസ്, കമ്പോണൻറ്റ് 3 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 1 കമ്പോണൻറ്റ് സിസ്റ്റവും 2 കമ്പോണൻറ്റ് സിസ്റ്റവുമാണ്. 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിനെ പറ്റിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര കമ്പോണൻ്റ് ഉണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. N-E - R എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഫേസ് എന്താണെന്ന് മനസ്സിലായി, നമ്പർ ഓഫ് കമ്പോണൻറ്റ് എന്താണെന്നും മനസ്സിലായി. ഇനി നോക്കിക്കോളെ, ഇനിയാണ് നമ്മളുടെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറയും. ഓക്കെ, ഡിഗ്രി ഓഫ് ഫ്രീഡം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ സിസ്റ്റം കംപ്ലീറ്റ്ലി. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇപ്പം ഞാൻ പറയുകയാണേ, വാട്ടർ എന്ന് എടുക്കുകയാണ്. വാട്ടർ എന്ന് പറയുന്ന സിസ്റ്റം. ഓക്കെ, സോളിഡ്. ഓക്കെ, ഐസാണ് ഞാൻ എടുക്കുന്നത്, സോളിഡ്. ഇതാണ് എൻ്റെ സിസ്റ്റം. ഇതിനെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് എത്ര വേരിയബിൾ ആവശ്യമാണോ ഇതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രഷർ 180 എമ്മും ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സിസ്റ്റത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ വേരിയബിൾസ് ആണ് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രഷറും ടെമ്പറേച്ചറും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, പ്രഷർ ടെമ്പറേച്ചർ ഇതാണ് എൻ്റെ വേരിയബിൾസ്. അപ്പോൾ ഈ വേരിയബിളിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? യെസ്, എൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? യെസ് യെസ് എത്രയാണെന്ന് പറയാം നമുക്ക്. യെസ്, നമുക്ക് പറയാം ജസ്റ്റ് 2 എന്ന് നമുക്ക് പറയാം. എഫ് ഇസ് ഈക്വൽ ടു 2. ഏതൊക്കെയാണ്? പ്രഷറും ടെമ്പറേച്ചറും. ഇനി വേറൊരു കാര്യമുണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ഒക്കെ ആവുന്ന കേസ് ഉണ്ട്. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം 0 ആകാം, പക്ഷേ ഡിഗ്രി ഓഫ് ഫ്രീഡം നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒന്നും പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം, ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ റിക്വയർഡ് ടു ഡിസ്ക്രൈബ് ദ സിസ്റ്റം കംപ്ലീറ്റ്ലി. ഇതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഡിഗ്രി ഓഫ് ഫ്രീഡം ക്യാൻ ബി 0 ബട്ട് ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുക? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാണെന്നോ, എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. ഓക്കെ, യെസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേസ് റൂൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഫേസ് റൂൾ. സി മൈനസ് പി പ്ലസ് 2. സി എന്താ? നമ്പർ ഓഫ് കമ്പോണൻറ്റ്. പി എന്താ? ഫേസ്. പ്ലസ് 2. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഫേസ് റൂൾ. ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളോട് മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പറയാം, എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. ഓക്കെ, ഇനി 1-2 കേസസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ ഞാൻ ആദ്യത്തെ കേസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മാക്സിമം ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴാണ് ഉണ്ടാകുക എന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങളോട് ചോദിക്കും 1 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ മാക്സിമം ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് എന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ നോക്കിക്കോ, പേടിക്കേണ്ട, ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഇപ്പം ഞാനിവിടെ എഫ് മാക്സ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതുകയാണെങ്കിൽ, എഫ് മാക്സ് ആണല്ലോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സി മൈനസ് അല്ലെങ്കിൽ സി പ്ലസ് 2 മൈനസ് പി എന്തായിരിക്കണം? മിനിമം എന്നെനിക്ക് എഴുതിക്കൂടെ? കാരണം ഇപ്പോൾ ലെറ്റ്സ് ഞാൻ പറയുകയാണ്, ഇവിടെ 5 മൈനസ് 3, 5 മൈനസ് 2, 5 മൈനസ് 1 എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും? ഇത് 2, ഇതെന്തായിരിക്കും? 3, ഇതെന്തായിരിക്കും? 4. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം കിട്ടണമെങ്കിൽ ഇയാൾ എന്തായിരിക്കണം? ഇത് മിനിമം ആയിരിക്കണം, വിച്ച് ഇസ് ബേസിക്കലി മാത്തമാറ്റിക്സ് ആണ് അല്ലേ? അപ്പോൾ ഇതെന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ ഇയാൾ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഇനി അടുത്ത ചോദ്യം, പി മിനിമം. ഇതിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? ഞാൻ പറയും 1 ആണെന്ന് പറയും. അതെന്താ അങ്ങനെ പറയുന്നത്? ഇപ്പം ഞാൻ പറയുകയാണ് മക്കളെ, പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഫേസ്. ഫേസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് നമുക്ക് പറയണ്ടേ അല്ലേ? ഇപ്പോൾ വാട്ടർ പറയുകയാണ്. ഓക്കെ, വാട്ടർ ലിക്വിഡ് ആണെങ്കിൽ യെസ്, ഒരു ഫേസ് എങ്കിലും മിനിമം വേണ്ടേ അല്ലേ? അപ്പോൾ ഫേസ് ഒരിക്കലും എന്താകാൻ പറ്റത്തില്ല? 0 ആകാൻ പറ്റത്തില്ല. ഫേസ് കനോട്ട് ബി ഈക്വൽ ടു 0. അറ്റ്ലീസ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വോട്ട് 1. ഓക്കെ, അപ്പോൾ പി മിനിമം എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് മാക്സ് ഇസ് ഈക്വൽ ടു സി പ്ലസ് 2 മൈനസ് 1. എന്തായിരിക്കും? സി പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റുമല്ലോ. യെസ്, സി പ്ലസ് 1 എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 കമ്പോണൻറ്റ് സിസ്റ്റവും 2 കമ്പോണൻറ്റ് സിസ്റ്റവുമാണ്. അപ്പോൾ ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, 1 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ യെസ് 1 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ മാക്സിമം ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? യെസ്, 1 + 1 എന്ത് വരും? 2 എന്ന് വരും. ഓക്കെ, ഇനി ഇതേപോലെ ചോദിക്കുകയാണ്, 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ എഫ് മാക്സ് എത്രയാണ്? 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ യെസ് എഫ് മാക്സ് എത്രയായിരിക്കും? ഇവിടെ 2 കൊടുത്താൽ മതി. 2 + 1 എന്ത് വരും? 3 എന്ന് വരും. സംഭവം ക്ലിയർ അല്ലേ? ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ഇതേപോലെ
മാക്സിമം നമ്പർ ഓഫ് ഫേസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ നോക്കിക്കോ, നമ്മുടെ ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. ഓക്കെ, ഇതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഈ പീനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ പി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മാക്സിമം നമ്പർ ഓഫ് ഫേസ്. അപ്പോൾ പി മാക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, സി ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ, സി പ്ലസ് 2 മൈനസ് എഫ് എന്നുള്ള രീതിയിലുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ ഇതിവിടെ എഴുതുകയാണ്. യെസ്, സോറി ഫോർ ദിസ്. യെസ്, ഓക്കെ. അപ്പോൾ എഫ് എന്തായിരിക്കണം? നേരത്തെ പറഞ്ഞതുപോലെ എഫ് ഇവിടെ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. എഫിൻ്റെ വാല്യൂ, എഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. എഫിൻ്റെ വാല്യൂ ക്യാൻ ബി എന്താണ്? 0, ബട്ട് ഇറ്റ് കനോട്ട് ബി വാട്ട്? നെഗറ്റീവ്. അപ്പോൾ മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എഫിൻ്റെ വാല്യൂ 0 എവിടെയൊക്കെ ആവും എന്നുള്ളത്. ട്രിപ്പിൾ പോയിന്റ് നിങ്ങളിപ്പോൾ പഠിക്കും, നമ്മളിപ്പോൾ പഠിക്കും കേട്ടോ. ട്രിപ്പിൾ പോയിന്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? 0 ആണ്. അതേപോലെ വേറെ രണ്ടെണ്ണം ഉണ്ടടാ, കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഇപ്പോൾ പറയുകയാണ് കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്, അതേപോലെ യൂടെക്റ്റിക് പോയിന്റ്. ഓക്കെ, അതേപോലെ ട്രിപ്പിൾ പോയിന്റ്. ഇവിടെയൊക്കെ മക്കളെ എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ട്രിപ്പിൾ പോയിന്റ്, കോൺക്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ്, യൂടെക്റ്റിക് പോയിന്റ്. ചോദ്യം ചോദിക്കും ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? എഴുതിക്കോ, 0. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് എഫ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ പി മാക്സ് എന്തായിരിക്കും മക്കളെ? എഫിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? സി പ്ലസ് 2 ആയിരിക്കും. പി മാക്സ് എന്തായിരിക്കും? യെസ്, സി പ്ലസ് 2. അപ്പോൾ പറഞ്ഞോ, ഫോർ വൺ കമ്പോണൻ്റ് സിസ്റ്റം, യെസ്, പി മാക്സ് എന്തായിരിക്കും? യെസ്, പി മാക്സ് ഇസ് ഈക്വൽ ടു 3. ആൻഡ് ഫോർ 2 കമ്പോണൻ്റ് സിസ്റ്റം, പി മാക്സ് ഇസ് ഈക്വൽ ടു 4 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. മാക്സിമം ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനും മാക്സിമം നമ്പർ ഓഫ് ഫേസ് കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം. എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 ഈ ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഇനി ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫേസ് ഡയഗ്രം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് നോക്കി നോക്കാം, അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫേസ് ഡയഗ്രം ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഓക്കെ, ദാറ്റ് ഷോസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാവും? സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും വേരി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റും എന്ത് ചെയ്യും? വേരി ചെയ്യും. ഓക്കെ, ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഇത് കാണിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മളുടെ ഫേസ് ഡയഗ്രം എന്ന് പറയുന്നത്. റൈറ്റ്, അതായത് മക്കളെ ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം ഞാൻ പറയുകയാണ്, സോളിഡ് എന്ന് പറയുകയാണ്. ഓക്കെ, ഐസിൻ്റെ കേസാണ്, വാട്ടറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോറി ഫോർ ദിസ്. വാട്ടറിൻ്റെ കേസാണ് പറയുന്നത്, സോളിഡ് ആണെന്ന് വിചാരിക്കാം. ഇതിലെന്ത് വേണം? ഒരു പ്രഷർ ഞാൻ പറയുന്നു 1 atm ആണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ എന്തായിരിക്കണം? 0 ഡിഗ്രി സെൽഷ്യസ്. എനിക്ക് സ്പെസിഫൈ ചെയ്യണം അല്ലേ? യെസ്, അതാണ് എൻ്റെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഇവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? ഇനിയിപ്പോൾ ഇവിടെ എന്താണ്? പ്രഷർ 1 atm, ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവരെന്തിലേക്ക് മാറും? യെസ്, ലിക്വിഡിലേക്ക് മാറും. യെസ്, ഇനി അതിലും കൂടുകയാണെങ്കിൽ 100, 120 ഒക്കെ വരികയാണെങ്കിൽ എന്തായിരിക്കും? യെസ്, വാട്ടർ ഗ്യാസിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് മക്കളെ എന്ത്? യെസ്, നമ്മുടെ ഫേസ് ഡയഗ്രം എന്ന് പറയുന്നത്. ഫേസ് ഡയഗ്രം. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സോളിഡിൽ ആക്ച്വലി തെർമൽ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞോ, തെർമൽ എനർജി കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? സോളിഡിൽ ലോ ആയിരിക്കത്തില്ലേ? യെസ്, അതേപോലെ നിങ്ങൾ തെർമൽ എനർജി ഗ്യാസിൻ്റെ കേസിൽ പറഞ്ഞേ ഹൈ ആയിരിക്കും അല്ലേ? യെസ്. ഇനി ഇവിടെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്കറിയാം സോളിഡിൽ എന്തായിരിക്കും? വളരെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. വിച്ച് മീൻസ് ഹൈ ആണെങ്കിൽ പ്രഷറും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. യെസ്, ഇവിടെ പ്രഷർ എന്തായിരിക്കും? ലോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഈ ഫേസ് ഡയഗ്രം ഒന്ന് നോക്കിയേ. ഇതാ വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രാമാണ് മക്കളെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, യെസ്, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി ഇതൊക്കെ കണ്ടുകൊണ്ട് കൺഫ്യൂഷൻ അടിക്കും. ഓക്കെ, അപ്പോൾ ഇത് ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക, ഇതെന്താണെന്ന് പറയുക, ഇത് പ്രഷറാണെന്ന് വിചാരിക്കുക.
അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സോളിഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറാണ് അല്ലേ? തെർമൽ എനർജി കുറവ്, പ്രഷർ കൂടുതൽ. അപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റിലാണ് എൻ്റെ സോളിഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോ പ്രഷർ ഹൈ തെർമൽ എനർജി. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗ്യാസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഈ ഒരു പോർഷൻ എന്ത് വിളിക്കാം? യെസ്, ഇൻ ബിറ്റ്വീൻ ഇതിനെ എന്ത് വിളിക്കാം? ലിക്വിഡ് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണേ, ഒരു പോയിന്റിൽ എന്തായിരിക്കും? സോളിഡും ലിക്വിഡും എന്തായിരിക്കും? കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതേപോലെ ലിക്വിഡും ഗ്യാസും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ് മക്കളെ. ഓക്കെ, ദാ സോറി ഫോർ ദിസ്, ദാ ഇവിടെ നിന്ന് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ദാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, യെസ്. ഇതാണ് മക്കളെ നമ്മുടെ ഫേസ് ഡയഗ്രം എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ ആരായിരിക്കും ഉണ്ടാകുക? സോളിഡ് ആയിരിക്കും ഉണ്ടാകുക. അതേസമയം ഈ ലൈനിൽ ആരൊക്കെ എക്സിസ്റ്റ് ചെയ്യും? യെസ്, സോളിഡും എക്സിസ്റ്റ് ചെയ്യും, അതേപോലെ ലിക്വിഡും എക്സിസ്റ്റ് ചെയ്യും. യെസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്യൂഷൻ കർവ് എന്ന് വിളിക്കുന്നത്. ഇതൊരു കർവ് പോലെയല്ലേ ഉള്ളത്, അപ്പോൾ ഇതെന്തായിരിക്കും? ഫ്യൂഷൻ കർവ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, സോളിഡും ഗ്യാസും ഇവിടെ എന്ത് ചെയ്യും? കോ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതെന്തായിരിക്കും? സബ്ലിമേഷൻ കർവ്. സബ്ലിമേഷൻ കർവ്. ഓക്കെ, ഇവിടെ ലിക്വിഡും ഗ്യാസും കോ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെന്ത് വിളിക്കും? വേപ്പർ കർവ് എന്ന് നമ്മൾ വിളിക്കും അല്ലേ? ഇവിടെ നോക്കിയാൽ നിങ്ങൾ വേപ്പറൈസേഷൻ കർവ്, സോറി ഫോർ ദിസ്, എന്തായിരിക്കും? വേപ്പറൈസേഷൻ കർവ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു പോയിന്റ് നോക്കിയാൽ നിങ്ങൾ, ഇവിടെ സോളിഡും ഉണ്ട്, ലിക്വിഡും ഉണ്ട്, ഗ്യാസും ഉണ്ട്. ഓക്കെ, 3 ഫേസും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഇതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ട്രിപ്പിൾ പോയിന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഐ ഹവ് ഓൾറെഡി ടോൾഡ് യു, ട്രിപ്പിൾ പോയിന്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 0 ആയിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഇതൊന്ന് നോക്കിയേ. ഓക്കെ, യെസ്, ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ ഐസ് വിച്ച് ഇസ് സോളിഡ്. ഓക്കെ, ഇത് നമ്മുടെ ലിക്വിഡ്, ഇതെന്തായിരിക്കും? ഗ്യാസ്. ഓക്കെ, ഇനി ഇതിനെയാണ് നമ്മൾ ഫ്യൂഷൻ കർവ് അല്ലെങ്കിൽ എന്തായിരിക്കും? മെൽറ്റിംഗ് പോയിന്റ് കർവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വാട്ട് ഇസ് ഇറ്റ്? മെൽറ്റിംഗ് പോയിന്റ് കർവ്. ഇനി ഈ കർവിൽ ഇവിടെ എന്തായിരിക്കും? യെസ്, ഈ കർവിൽ ഇവിടെ വേപ്പറൈസേഷൻ കർവിൽ ലിക്വിഡും ഗ്യാസും എന്ത് ചെയ്യും? കോ എക്സിസ്റ്റ് ചെയ്യും. സബ്ലിമേഷൻ കർവിലാവുമ്പോൾ എന്തായിരിക്കും? യെസ്, ഇവിടെ സോളിഡും ഗ്യാസും എന്ത് ചെയ്യും? കോ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ദിസ് പെർട്ടിക്കുലർ വൺ ഇസ് കോൾഡ് വാട്ട്? ട്രിപ്പിൾ പോയിന്റ്. ദിസ് ഇസ് കോൾഡ് വാട്ട്? ട്രിപ്പിൾ പോയിന്റ്. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 0 ആയിരിക്കും എന്ന് പറയും. ഓക്കെ, അപ്പോൾ 0 ആണെന്ന് ഞാൻ ആക്ച്വലി എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ ഈ പോർഷനെ, ഈ ഒരു പിക്ചറിനെ ഞാൻ എന്ത് ചെയ്യാണ്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതായത് ഈ ഒരു ഇത്രയും ഏരിയ കാണുന്നില്ല, ഈ ലിക്വിഡ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ഏരിയ എന്ന് ഞാൻ വിളിക്കുക. ഓക്കെ, ഏരിയ. യെസ്, ഇനി ഈ കർവ്, ഇവിടെ ഒരു കർവ് കാണുന്നുണ്ടല്ലോ, വേപ്പറൈസേഷൻ കർവ്, മെൽറ്റിംഗ് പോയിന്റ് കർവ്, അതിനെ ഞാൻ കർവ് എന്ന് തന്നെ വിളിക്കുന്നു, കർവ്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്? ഇവിടെ ട്രിപ്പിൾ പോയിന്റ്. ട്രിപ്പിൾ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഏരിയയിൽ നിങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഏരിയ എടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 ആണല്ലോ മക്കളെ. ഓക്കെ, ഐ എം കൺസിഡറിങ് വൺ കമ്പോണൻറ്റ് സിസ്റ്റം. ഐ എം കൺസിഡറിങ് വാട്ട്? വൺ കമ്പോണൻറ്റ് സിസ്റ്റം. ആൻഡ് ഒരു കാര്യം ഉണ്ടടാ, ഇവിടെ എപ്പോഴും നിങ്ങളോട് വൺ കമ്പോണൻറ്റ് സിസ്റ്റം ആണെന്ന് പറയത്തില്ല. മറിച്ച് പറയും, ഇവിടെ ടി പി ഗ്രാഫ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ദാറ്റ് ഈസ് വാട്ട്? വൺ കമ്പോണൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി നിങ്ങൾക്ക് തരികയാണ് ടി സി ഗ്രാഫ് നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ദാറ്റ് ഈസ് വാട്ട്? 2 കമ്പോണൻറ്റ് സിസ്റ്റം. ദാറ്റ് ഈസ് 2 കമ്പോണൻറ്റ് സിസ്റ്റം. അല്ല, നിങ്ങളോട് പറയത്തില്ല 1 കമ്പോണൻറ്റ് സിസ്റ്റം ആണോ 2 കമ്പോണൻ്റ് ആണെന്ന്. ടി പി ഗ്രാഫ് കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ദാറ്റ് ഈസ് 1 കമ്പോണൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ഏരിയയിലാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ കമ്പോണൻറ്റ് എനിക്ക് മനസ്സിലായി 1 ആണ്. ഓക്കെ, 1 മൈനസ്, ഇനി ഫേസ് ആണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പോൾ ഫേസ് എന്ന് പറയുമ്പോൾ ഞാൻ ഏരിയയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഏരിയയിൽ ആര് മാത്രമേ ഉള്ളൂ? ഇതാ ഗ്യാസിൻ്റെ കേസ് ആണെങ്കിൽ വാട്ടർ വേപ്പർ മാത്രമേ ഉള്ളൂ. അതായത് ഈ ഒരു പോയിന്റിലാണ് എനിക്ക് കൺസിഡർ ചെയ്യേണ്ടെങ്കിൽ അല്ലേ, ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ഗ്യാഷ്യസ് ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ത് എഴുതാം എനിക്ക്? 1 മൈനസ് 1 പ്ലസ് 2 എന്ന് എനിക്ക് എഴുതാം. വിച്ച് ഇസ് എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ഫ്രീഡം ഏരിയയിൽ എത്രയായിരിക്കും മക്കളെ? യെസ്, 2 ആയിരിക്കും.
2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ ടെമ്പറേച്ചറും വേണം, പ്രഷറും വേണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ലെറ്റ്സ് സേ ഈ ഒരു കോർഡിനേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇയാളുടെ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവരെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ആരെയൊക്കെ ആവശ്യമുണ്ട്? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറും ആവശ്യമുണ്ട്, അതേപോലെ ഒരു പർട്ടിക്കുലർ പ്രഷറും നമുക്ക് ആവശ്യമുണ്ട്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറും ആവശ്യമുണ്ട്, പർട്ടിക്കുലർ പ്രഷറും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫ് ഇസ് ഈക്വൽ ടു 2 എന്ന് നമ്മൾ പറയുന്നത്. ഇനി കർവിൻ്റെ കേസ് നിങ്ങൾ എടുത്തോ, ഏതെങ്കിലും ഒരു കർവ് എടുത്തോ. യെസ്, സബ്ലിമേഷൻ കർവ് എടുക്കാം. ഓക്കെ, സബ്ലിമേഷൻ കർവ് നിങ്ങൾ എടുത്തോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 അല്ലേ മക്കളെ? 1 കമ്പോണൻറ്റ് സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞു. 1 മൈനസ് ഫേസ് എത്രയാ? സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ കർവിൽ ആരൊക്കെ ഉണ്ടാകും? ഈ സോളിഡും ഉണ്ടാകും, അതേപോലെ ഗ്യാസും ഉണ്ടാകും. എത്ര ഫേസ് ഉണ്ട്? 2 ഫേസ് ഉണ്ട്. സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലേ? യെസ്. അപ്പം 1 മൈനസ് 2 പ്ലസ് 2 എന്തായിരിക്കും? യെസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ 1 എന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് കർവിൽ മക്കളെ ഇതാ ഈ കർവിലാണ് കാര്യം പറയുന്നത്. ഏതെങ്കിലും ഒരു കർവ് എടുത്തോ, വേപ്പറൈസേഷൻ കർവ് എടുത്തോ. ഇവിടെ പ്രഷർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രഷർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും? ഈ പോയിന്റ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടും? യെസ്, ടെമ്പറേച്ചർ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ഐദർ എന്ത് മതി? ഐദർ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഓർ വോട്ട് പ്രഷറോ നിങ്ങൾക്ക് മതി. ഒരാളെ ഡിഫൈൻ ചെയ്താൽ മറ്റേ ആളെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രിപ്പിൾ പോയിന്റിൻ്റെ കേസ് ആകുമ്പോൾ നിങ്ങൾ നോക്കിയേ, ട്രിപ്പിൾ പോയിന്റിൻ്റെ കേസ് ആകുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. കമ്പോണൻ്റ് എന്താണ്? 1 ആണ്. ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. ഓൾ 3 ഫേസസ് കോ എക്സിസ്റ്റ്. ഓക്കെ, 1 മൈനസ് 3 പ്ലസ് 2 എത്രയായിരിക്കും? 0 എന്ന് വരും. വിച്ച് മീൻസ് നമുക്ക് ഒരാളെയും ആവശ്യമില്ല. ഓക്കെ, വേരിയബിൾ ആയിട്ടുള്ള ഒരാളെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കിക്കോളെ, ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും? എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, വേരിയബിൾ ആയിരിക്കത്തില്ല. ഇവിടെ എന്തായിരിക്കട്ടെ? ട്രിപ്പിൾ പോയിന്റിൽ ഫിക്സഡ് ആയിരിക്കും. ഇവിടെ പ്രഷർ എത്രയാ? യെസ്, ട്രിപ്പിൾ പോയിന്റിൽ, യെസ്, ഇവിടെ ഞാൻ എഴുതാം, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അതായത് ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് 4.58 mmHg ആയിരിക്കും. ആൻഡ് ടെമ്പറേച്ചർ എത്രയാ? 0.01 എന്നും നമുക്ക് എഴുതാൻ പറ്റും. 0.1 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ അപ്രോക്സിമേറ്റ് എഴുതുകയാണ് കേട്ടോ. 0.01 4.58 mmHg. അപ്പോൾ ഇവിടെ വേരിയബിൾ ഇല്ല. ട്രിപ്പിൾ പോയിന്റ് എന്തായിരിക്കും? ഫിക്സഡ് ആയിട്ടുള്ള പ്രഷറും ടെമ്പറേച്ചറും ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? യെസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? 0 ആണെന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ ഈ സെഷൻ ഞാൻ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തന്നു ഫേസ് ഡയഗ്രത്തിൻ്റെ. ഇനി നമുക്ക് 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? യെസ്, സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.